ചെലവുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ നീഡും വാണ്ടും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്തതാണ് ഒരുമാതിരിപ്പെട്ട ആൾക്കാരുടെ ഒരു പ്രശ്നമെന്ന് തോന്നുന്നു. പലപ്പോഴും പല ആൾക്കാരും വാണ്ടിനെ നീഡായിട്ട് പോലും തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ എന്താ ഈ നീഡ് ആൻഡ് വാണ്ട്? നീഡ് മലയാളത്തിൽ പറഞ്ഞാൽ ആവശ്യം, വാണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ ആഗ്രഹം. അപ്പം നീഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചിലവുകളാണ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ വാടക, ഫുഡ്, ഗ്രോസറീസ്, പലചരക്ക്, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അതുപോലുള്ള ചിലവുകളൊക്കെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ ചിലവാക്കിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിനെയൊക്കെ നമ്മൾ നീഡുകൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്ന് പറയും. ഇനി എന്തായി വാണ്ടുകൾ എന്ന് പറഞ്ഞാൽ? വാണ്ടുകൾ നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മളെപ്പോഴും കുറച്ച് കാശായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വീട് വെക്കണം, പ്രീമിയം കാറ് മേടിക്കണം, എപ്പോഴും പുറത്ത് പോയി തന്നെ സിനിമ കാണണം, OTT ഒന്നും പിടിക്കത്തില്ല, പിന്നെ എപ്പോഴും പുറത്തുനിന്ന് തന്നെ പോയിട്ട് ഫുഡ് കഴിക്കണം, വീട്ടിലെ ഫുഡൊന്നും പിടിക്കത്തില്ല. ഇതുപോലെ ആവശ്യമില്ല, പക്ഷേ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് കണ്ടമാനം ഇതിനു വേണ്ടി ചിലവഴിക്കുക കാശ്. ഇതാണ് വാണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പം ജീവിതം ആസ്വദിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷേ നമ്മുടെ ഈ വാണ്ടുകളെ നമ്മുടെ വരുമാനത്തിനുള്ളിൽ തന്നെ നമ്മൾ നിർത്താൻ പഠിക്കണം. ഇതുപോലുള്ള സാമ്പത്തിക കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.